നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാ ജോയെ വീണ്ടും അർജൻറ്റീനയിൽ കളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ കൊണ്ടുപിടിച്ച് നടക്കുകയാണ്. പക്ഷെ അത് ഇത്തവണ സാധ്യമാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അർജൻറ്റീൻ ദേശീയ ടീമിന് വേണ്ടി 40 അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട് ലാ ജോയ എന്ന് വിളിപ്പേരുള്ള പൗലോ ഡിബാല. ഇനിയിപ്പോൾ അർജൻറ്റീൻ ഫുട്ബോളിലേക്ക്, അതായത് അർജൻറ്റീൻ ലീഗിലേക്ക് അദ്ദേഹത്തെ മടക്കി കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. അതും അവിടുത്തെ വമ്പൻ ക്ലബ്ബ് ബൊക്ക ജൂനിയേഴ്സ് അദ്ദേഹത്തെ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ എത്തിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ ഇപ്പോൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. ഇപ്പോൾ അർജന്റീൻ മാധ്യമം TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇറ്റാലിയൻ മാധ്യമമായിട്ടുള്ള ലാ ഗസറ്റ ഡെല്ല സ്പോർട്ടിനെയാണ് അവർ ഈ ഒരു വാർത്തയിൽ ഉദ്ധരിക്കുന്നത്. അതിൽ പറയുന്നത്, ഇപ്പോൾ ലാ ജോയയുടെ, അതായത് പൗലോ ഡിബാലയുടെ സിറ്റുവേഷൻ, റോമയിലെ സിറ്റുവേഷൻ 2025 അവസാനമായപ്പോൾ മാറിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് അവിടെയുള്ളത്. കൺസിക്യൂട്ടീവ് ഗെയിംസിൽ അദ്ദേഹം സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് പുതുക്കാനുള്ള പ്ലാനൊന്നും ഇപ്പോൾ എന്തായാലും AS റോമയ്ക്കില്ല. ഇതൊരു അവസരമായിട്ട് മുതലെടുക്കാനാണ് ബൊക്ക ജൂനിയേഴ്സ് ശ്രമിക്കുന്നത്. അതേസമയം ഇനിയിപ്പോൾ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരത്തെ ലഭിച്ചില്ലെങ്കിലും അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെങ്കിലും അദ്ദേഹത്തെ എത്തിക്കാനുള്ള ശ്രമമാണ് ബൊക്ക നടത്തുന്നത് എന്നാണ് TYC സ്പോർട്സിൻ്റെ റിപ്പോർട്ട്. ഇതേ കാര്യം തന്നെയാണ് ഫബ്രീസിയോ റൊമാനയും റിപ്പോർട്ട് ചെയ്യുന്നത്. ഫബ്രീസിയോ റൊമാന പറയുന്നു, ബൊക്ക ജൂനിയേഴ്സിൻ്റെ ഡ്രീം പൗലോ ഡിബാലയെ 2026 എത്തിക്കുക എന്നുള്ള ഡ്രീം അങ്ങനെ തുടരുകയാണ്. പക്ഷേ ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജനുവരി മൂവിൻ്റെ കാര്യത്തിലൊന്നും നടന്നിട്ടില്ല. ഡിബാലയുടെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ സീസണിൽ എന്തായാലും റോമയിൽ തന്നെ തുടരുക എന്നുള്ളതാണ്. അതിനുശേഷം ഭാവി എന്ത് എന്നുള്ളത് സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയമാകുമ്പോഴേക്കും തീരുമാനിക്കുക എന്നുള്ളതാണ് അദ്ദേഹം പ്ലാൻ ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്പയർ ആവാൻ പോവുകയാണ് എന്ന് ഫബ്രീസിയോ റൊമാനോയും കുറിക്കുന്നു. ഏതായാലും നമുക്കറിയാമല്ലോ, ലാജോയ എന്ന വിളിപ്പേരിൽ വലിയ പ്രതീക്ഷയോടുകൂടി ഉയർന്നു വന്ന താരത്തിന് അത്രയൊന്നും ഒരു മികവിലേക്ക് പിന്നെ പോകാൻ പറ്റിയില്ല. വല്ലാതെ പരിക്കും അദ്ദേഹത്തെ അലട്ടുകയുണ്ടായി. അർജന്റീൻ ക്ലബ്ബായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടോയിലൂടെ വളർന്നു വന്നയാളാണ്. പിന്നീട് അദ്ദേഹം പാലർമോയിലേക്ക് എത്തി. യുവൻഡസിലാണ് അദ്ദേഹം ഏറെ മിന്നിക്കെത്തിയത്. പക്ഷേ 2022 അദ്ദേഹം AS റോമയിലേക്ക് പോവുകയായിരുന്നു. അർജന്റീൻ ദേശീയ ടീമിലേക്കുള്ളൊരു മടങ്ങി വരവൊന്നും ഇപ്പോഴത്തെ സ്ഥിതിയിൽ സാധിക്കുമെന്ന് കരുതുന്നില്ല. ഇനി വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും അദ്ദേഹത്തിന് അതിന് കഴിയുമോ എന്നുള്ളത് കണ്ടറിയുകയും വേണം. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.